ഈ പടം കണ്ടിട്ട് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എടാ അതിന് മാത്രം എന്താടാ ഈ പടത്തിലുള്ളത്? എടാ നീ കല്യാണം കഴിച്ചുള്ളതല്ലേ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അല്ല നിനക്കിപ്പോ അവിടെ എന്തൊരു കുറവ്? ജോലിക്ക് അടിപൊളി ഒരു ജോലി, വളരെ നല്ല സാലറി, 8 പാർക്ക് തിങ്ങി പാർക്കാവുന്ന അടിപൊളി ഒരു ബെഡ്റൂം, ഇതൊക്കെ പോരടാ. മതിയല്ലോ സച്ചിനെ. 15 വർഷം ഞാൻ പ്രവാസി ജീവിതം തുടങ്ങിയിട്ട് എല്ലാ മാസം ഒന്നാം നാട്ടിൽ ഇതൊരു കോളരും, അതില്ല ഇതില്ല, അത് തീർന്നു ഇത് തീർന്നും പറയത്ത്. ഇന്നേ വരെ നാട്ടിലൊരു ചെറിയ ബിസിനസ് പോയിട്ട് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലായിരുന്നു എനിക്ക് സച്ചിനെ. നാട്ടിലെ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, ബക്കറ്റ് പിരിവ്. ഷാഹിറിന്റെ ഭവന നിർമ്മാണത്തിന് ഒരു ബക്കറ്റ് പിരിവ് എങ്ങനെയുണ്ടാവും സ്കീം? അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. എടാ ഈ ബെഡിൽ കിടന്ന ബഷീർ ഖാനെ നിനക്ക് ഓർമ്മല്ലേ? അങ്ങനെ പക്ഷെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. എടാ നീ എനിക്കിട്ടുണ്ടാക്കണ നിർത്ത്, കാര്യം പറ. അവര് വെറും 5000 ദിർഹം ഓരോ മാസം മുടക്കിയിട്ട് കഴിഞ്ഞ വർഷം ദുബായിൽ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി. ഇപ്പൊ ഡമാക്ക് റിവർ സൈഡ് വ്യൂസിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് വെറും 2500 ദിർഹം മാത്രം ഓരോ മാസം മുടക്കിയിട്ട് മേടിക്കാനുള്ളത്. അപ്പൊ ഒരു ഡൗൺ പേയ്മെന്റ് ഒക്കെ നിനക്കല്ലേ ക്രെഡിറ്റ് കാർഡ് ഉള്ളത്, എന്നിട്ട് ഉറക്കടാ. ഇത് നോക്കിയേ, അടിപൊളി ഓപ്ഷൻ അല്ലേ ഇത്? സംഭവം കൊള്ളാല. എടാ അപ്പൊ വീട് സെറ്റായി, ഇതേപോലെ ഒരു പെണ്ണിന്റെ വീട് സെറ്റാക്കി തരുമല്ലയാ? നമുക്കൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ നോക്കിയല്ലോ. അത് ഭയങ്കര ക്രിഞ്ചായി പോകും. അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, ദുബായിൽ സ്വന്തമായിട്ട് വീടുള്ള ഷാഹിറിന് വധുവിന് ആവശ്യമുണ്ട്, എന്നിട്ടൊരു ഫ്ലെക്സ് ഓടിക്കാം. അത് കൊള്ളാം, അതാണ് അതിന്റെ കാര്യം.